കേരളം ദിനംപ്രതി സാമ്പത്തികമായി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും നിലനിൽക്കുന്ന കുടിശ്ശികയും നിരവധിയാണ്. ഇങ്ങനൊരു സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ ജനങ്ങൾ വീണ്ടും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ഈ ഒരവസ്ഥയ്ക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്നാണ് കേരള സർക്കാർ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാമ്പത്തിക വിഷയത്തിൽ കേന്ദ്ര സർക്കാരുകൾക്ക് ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തിക്കൂടെ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരള സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇക്കാര്യം ചോദിച്ചത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേരളവും കേന്ദ്രവും മറുപടി നൽകിയിട്ടുണ്ട്. കേരള ധനമന്ത്രിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും ചർച്ച നടത്തട്ടെ എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിഷയത്തിൽ ഇന്ന് 2 മണിക്ക് നിലപാട് അറിയിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ചർച്ചയുണ്ടെങ്കിൽ ധനമന്ത്രി ഇന്നോ നാളെയോ ഡൽഹിയിൽ എത്തുമെന്ന് കേരളം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുമതി നൽകുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുമതി നൽകുന്നത് സാമ്പത്തിക ചട്ടക്കൂടിനെ ദോഷകരമായി ബാധിക്കും. സംസ്ഥാനങ്ങളുടെ മോശം സാമ്പത്തിക മാനേജ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാകും. കടമെടുപ്പിന് അനുമതി നൽകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലതല്ല. വായ്പാ ചെലവ് കൂട്ടുകയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഭരണഘടനാ വ്യവസ്ഥകൾ ഉപയോഗിച്ച് കേരളത്തിന്റെ കടമെടുപ്പ് തോത് കേന്ദ്രം നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ കേരളം ഇതിലും വലിയ പ്രതിസന്ധിയിലാകുമെന്നാണ് കേന്ദ്രത്തിന്റെ മറുപടി. കടമെടുക്കാൻ അനുവദിച്ച് ഇടക്കാല ഉത്തരവിറക്കണമെന്ന കേരളത്തിന്റെ അപേക്ഷയിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മറുപടി സത്യവാങ്മൂലം നൽകിയത്. ഏത് സർക്കാർ സ്ഥാപനം എടുക്കുന്ന വായ്പയും സംസ്ഥാന കടമായി കേന്ദ്രം പരിഗണിക്കുന്നുവെന്ന കേരളത്തിന്റെ വാദവും സത്യവാങ്മൂലത്തിൽ തള്ളി. KSRTC, KSEB തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സ്വന്തം നിലയ്ക്കെടുക്കുന്ന വായ്പകൾക്കെതിരല്ലെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടത്തി ഈ ഒരവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ്.